മാന്നാർ ഇരമത്തൂർ പാട്ടമ്പലം ആദിച്ചവട്ടം സൂര്യക്ഷേത്രത്തിലെ ആദിത്യ പൊങ്കാലയും പാട്ടമ്പലം ദേവീക്ഷേത്രത്തിലെ അകത്തെഴുന്നള്ളിപ്പ് മഹോത്സവവും 23 മുതൽ മെയ് 3 വരെ നടക്കും. 23-ന് രാവിലെ 6-ന് തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി ദീപപ്രോജ്വലനം നിർവഹിക്കും. മാന്നാർ എരമത്തൂർ പാട്ടമ്പലം ആദിച്ചവട്ടം സൂര്യക്ഷേത്രത്തിലെ ആദിത്യ പൊങ്കാലയും പാട്ടമ്പലം ദേവീക്ഷേത്രത്തിലെ അകത്തെഴുന്നള്ളിപ്പ് മഹോത്സവവും 23 മുതൽ മെയ് 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരമത്തൂർ പാട്ടമ്പലം ദേവീക്ഷേത്രം, അതോടൊപ്പം തന്നെ സൂര്യക്ഷേത്രം, ഐതിഹ്യങ്ങളാൽ വിരാജിക്കുന്ന ക്ഷേത്രമാണ് സൂര്യക്ഷേത്രം. നാരായണത്വ ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അദ്ദേഹം 12 വർഷക്കാലം ഈ മാന്നാർ എരമത്തൂർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപാസനാ മൂർത്തിയായിരുന്നു സൂര്യൻ. അങ്ങനെ 12 വർഷക്കാലം ഇവിടെ താമസിച്ച് അവിടുത്തെ വാസം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയിൽ പോയി ശ്രീകൃഷ്ണന്റെ ദർശനം അമ്പലപ്പുഴ. ആ 12 വർഷക്കാലം പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ സൂര്യദേവനെ പ്രതിഷ്ഠിച്ച ശേഷം അമ്പലപ്പുഴയിൽ പോയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണെന്ന് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വലിയ ഒരു ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് ഇരമത്തൂർ സൂര്യക്ഷേത്രം. അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. സൂര്യന്റെ പൂർണ്ണകായ പ്രതിമയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. സൂര്യന്റെ പൂർണ്ണകായ പ്രതിമ മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല. മറ്റൊരു ക്ഷേത്രം ഉള്ളത് നമ്മുടെ പയ്യന്നൂർ ആണ്. അതിന്റെ പ്രതിഷ്ഠയാണ്. അത് 1.5 അടി കൊണ്ടു. അപ്പൊ അങ്ങനെ ഒത്തിരി വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അതേപോലെ തൊട്ട് പടിഞ്ഞാറ് വശത്താണ് ദേവീക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം. അവിടെ അന്ന് തന്നെ ഈ മേടം 10-നാണ് പറയേട് പാലിക്കുന്നത്. മേടം 10-ന് 23-ന് ആരംഭിച്ച് മെയ് 3-ന് അവസാനിക്കും. അതിൽ മെയ് 3. ഇതാണ് പ്രധാനമായ രണ്ട് നമ്മുടെ ഇന്നത്തെ ഇതിനകത്ത് പ്രതിപാദ്യ വിഷയങ്ങൾ. മാജിക് ഷോ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം നമ്മള് രണ്ടാമത്തെ ദിവസം കൊല്ലം ഭരതമിത്ര അവതരിപ്പിക്കുന്ന നൃത്തനാടകം ചാമുണ്ടേശ്വരി, ദേവി ചാമുണ്ടേശ്വരി. മൂന്നാമത്തെ ദിവസം ഭരതനാട്യ അരങ്ങേറ്റമാണ് പേങ്ങാട്ടുമടം അവതരിപ്പിക്കുന്നത്. അടുത്ത ദിവസം വയലിൻ ചെണ്ട ഫ്യൂഷൻ, അതായത് നമ്മുടെ ആര്യക്കര ബ്രദേഴ്സും കുമാരി ഗൗരി കൃഷ്ണൻ ആലപ്പുഴക്കാരാണ്, അവരുടെ വയലിൻ ഫ്യൂഷനാണ്. അതിനടുത്ത ദിവസം കോട്ടയം മെഗാ ബീറ്റ്സിന്റെ ഗാനമേള. അവസാന ദിവസം നമ്മുടെ എതിരേൽപ്പ് കഴിയുമ്പോൾ തന്നെ കാവടി വരവുണ്ട്, അത് പങ്കുകൂടി. പിന്നെ അത് കഴിയുമ്പോൾ വൈകുന്നേരം കുറ്റിവട്ടച്ചൂടും പാട്ടുമുണ്ട്. ഇതാണ് മെയിൻ പ്രോഗ്രാംസ് എല്ലാം. ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രോഗ്രാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ടുള്ളത് ഓട്ടംതുള്ളൽ, പിന്നെ കുറ്റിവട്ടച്ചൂടുകൾ, പിന്നെ ഗാനമേള, ഫ്യൂഷൻ, അതായത് ചെണ്ട ഫ്യൂഷൻ, വയലിൻ ഫ്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ മാജിക് ഷോ, മാജിക് വിത്ത് മെന്റലിസം ഷോ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ, പിന്നെ അതുപോലെ തന്നെ നൃത്തനാടകം, ഇങ്ങനെ മെയിനായിട്ടുള്ള ഒരു 4-5 പ്രോഗ്രാമും, പിന്നെ എല്ലാ രീതിയിലുള്ള പ്രോഗ്രാമും നമ്മൾ കോർഡിനേറ്റ് ചെയ്തുള്ള പരിപാടിയാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 9 ദിവസത്തെയാണ്. മെയ് 3-ാം തീയതി 2-ാം തീയതി രാത്രി എഴുന്നള്ളിച്ചാൽ കയറുന്ന 23-ന് രാവിലെ 6 മണിക്ക് തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. കേരള ബ്രാഹ്മണ വനിതാ വിഭാഗം അധ്യക്ഷ ഡോക്ടർ കെ.വി. സരസ്വതി പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. 23-ന് രാവിലെ 6 മണിക്ക് തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി ദീപം തെളിയിക്കും. കേരള ബ്രാഹ്മണ വനിതാ വിഭാഗം അധ്യക്ഷ ഡോക്ടർ കെ.വി. സരസ്വതി പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. 8 മുതൽ ഭാഗവത പാരായണം, രാവിലെ 9-ന് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി ദേശദേവതയുടെ പുറത്തെഴുന്നള്ളത്ത് എന്നിവ നടക്കും. ക്ഷേത്രത്തിൽ 25 വർഷക്കാലമായി ഭാഗവത പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര പൗരാണിക ശാരദാമ്മ നടാലയിലിനെ ഉത്സവ കമ്മിറ്റി ആദരിക്കും. തുടർന്ന് വിവിധ കരകളിലേക്കുള്ള പറക്കെഴുന്നള്ളിപ്പ് ആരംഭിക്കും. 26-ന് ക്ഷേത്രാങ്കണത്തിൽ അൻപുലി നടക്കും. 28 മുതൽ ക്ഷേത്രത്തിലെ അകത്തെഴുന്നള്ളിപ്പ് മഹോത്സവം ആരംഭിക്കും. മെയ് 3-ന് രാവിലെ 8 മണി മുതൽ ഇരട്ടക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കാവടി വരവുണ്ടാകും. 10:30 മുതൽ കാവടി അഭിഷേകം. വൈകിട്ട് 4-ന് മാന്നാർ ആലുമൂട് ശ്രീ മഹാദേവ പാർവതി ക്ഷേത്രത്തിൽ നിന്നും കരകം. 6:30-ന് കരക ഘോഷയാത്ര, ദേവിയുടെ കൂടിക്കാഴ്ച. 7:30-ന് ഈരേഴ് തെക്ക് കുത്തിയോട്ട സമിതി അവതരിപ്പിക്കുന്ന കുത്തിയോട്ടം. രാത്രി 9 മണി മുതൽ സേവ എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കുമെന്നും ക്ഷേത്രഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെ ബാലസുന്ദര പണിക്കർ, സതീഷ് കുമാർ, പ്രമോദ് നായർ, സുഭാഷ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.